അനിമോൾക്കെതിരെ നിന്ന രണ്ട് വ്യക്തികളാണ് റെന ഫാത്തിമയും ബിന്നിയും. ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ആദ്യം അനിമോൾക്കെതിരായിരുന്നു. ഇപ്പോൾ അവർക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ജിസേലും ആര്യൻ്റെയും കാര്യത്തിനകത്ത് ഓരോ ഡൗട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അനിമോൾ തന്നെ ആണോ യഥാർത്ഥത്തിൽ ശരിയായിരുന്നത്? ജിസേലിനും ആര്യനും ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ? ഇവർക്ക് തന്നെ ഡൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. ജിസേലും ആര്യനും അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ജിസേലിന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, കോഫി ഉണ്ടാക്കി കഴിക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നു, ആര്യന് കൊടുക്കുന്നു, കാപ്പിപ്പൊടി എടുത്ത് മാറ്റി വെക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ രണ്ടുപേർക്കും എന്ത് വേണേലും ചെയ്യാം. അനിമോൾ ഇതെങ്ങാണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം കണ്ടസ്റ്റൻറ്റുകളും അനിമോൾക്കെതിരെ അനിമോളെ ഒറ്റപ്പെടുത്തിയിട്ട് ജിസേലിനെ ആര്യനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി അവിടെ. ബിന്നിക്കിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പം ബിന്നി ഇങ്ങനെ ഓരോ ആൾക്കാരെയും മാറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ ഗെയിമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂദില ചപ്പൽ ഫാക്ടറിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെന ഫാത്തിമയോട് പറയുന്നത്. അവിടെ നടന്ന ടാസ്കും അവിടുത്തെ ഓരോ രീതികളുമാണ് പറയുന്നത്. ഈ ഗോൾഡ് കോയിൻ കിട്ടിയാലുള്ള നേട്ടവും കിട്ടാതിരുന്നാലുള്ള നേട്ടവും നൂറയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം പറയുന്നുണ്ട്. ലേബർമാരെല്ലാം കൂടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഈ ഗോൾഡ് കോയിൻ കിട്ടുന്നവർ ഇത്രയും കൂടെ പണിപ്പുരയിൽ പോവും. അത് കിട്ടിയാലും അത് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ആഹാരമല്ലേ കിട്ടുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രയോജനം എന്തുവാ എന്നൊക്കെയാണ് ബിന്നി റെന ഫാത്തിമയോട് പറയുന്നത്. ഈ ഗെയിം കളിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ബിന്നിക്ക് ഇതുവരെയും ഈ ഗെയിം പോലും മനസ്സിലായിട്ടില്ലെന്നാണ് ആ ഗെയിം കൂടെ കളിക്കുന്ന ആൾക്കാർ മൊത്തവും പേരും പറയുന്നത്. അതുകൊണ്ട് ബിന്നി ഇപ്പോഴും നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നും നിന്നേത്. അക്ബറും ബാക്കിയുള്ള ലേബർമാരും പണിയെടുക്കാതെ സമരത്തിലേക്ക് പോയപ്പോഴും ബിന്നി സമരത്തിനകത്തൊന്നും ചേരാതെ നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ബിന്നി പറയുന്നുണ്ട്, ഞാൻ അക്ബറിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, എന്താ ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അപ്പം അക്ബർ പറയുന്നത് ഇല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യണം. അപ്പോൾ അക്ബറിന് തലേദിവസം ജോലി ചെയ്തതിൻ്റെ കൂലി പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അക്ബർ ഗെയിം കളിക്കുന്നത്. അത് അക്ബറിൻ്റെ ഗെയിമല്ലേ? അക്ബറിൻ്റെ ഗെയിം എന്തിനാണ് ബാക്കിയുള്ളവർ നോക്കുന്നത്? അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടാത്തതിൻ്റെ ഇതാണ് അക്ബർ കാണിച്ചത്. ബാക്കിയുള്ളവർക്ക് കിട്ടിയല്ലോ. അവരുടെ ഗെയിം എന്താണ്? അവർ ജോലി എടുക്കണമായിരുന്നു. ഇവർക്ക് ഗെയിം അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ ലക്ഷ്മി മസ്താനി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അവർ തമ്മിൽ പറയുകയാണ്, പാവം ബിന്നിക്കാണെങ്കിൽ ഗെയിം പോലും അറിയത്തില്ല, കഷ്ടം, എന്ത് ചെയ്യാനാ, നമ്മളുടെ കൂടെ വന്നിരുന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയേനെ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്ബർ എന്തോ വലിയ ആളെന്നുള്ള രീതിയിലാണ് ലേബർ തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾ വലിയ ഇത് കാണിക്കുകയാണ്. അപ്പോൾ അക്ബറിൻ്റെ താളത്തിന് തുള്ളണ്ടെന്ന് ആവശ്യം ഇവർക്കുണ്ടായിരുന്നു. ഇവരെന്തിനാ അക്ബറിൻ്റെ ഗെയിം നോക്കേണ്ടതെന്ന്? ഇവരുടെ ഗെയിം കളിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ബിന്നി പറയുകയാണ്, മസ്താനി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം മസ്താനി ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞതാണെന്ന് പറയരുത്, വേറെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചതായിട്ടേ പറയാവുള്ളൂ എന്ന് ബിന്നി റെന ഫാത്തിമയോട് പറയുകയാണ്. ആരെ കിട്ടിയാലും എന്തെങ്കിലും ഇതുപോലുള്ള പ്രദൂഷണം പറയുകയും ചെയ്യും. വന്നിട്ട് ഇതേ കണക്കാണ് ബിന്നിയുടെ സ്വഭാവം. പിന്നെ ഇതെല്ലാം ക്യാമറയുടെ ഫ്രണ്ടിലാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മറന്നു പോവുകയാണെന്ന് തോന്നുന്നു.